ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. എല്ലായിടത്തും നല്ല മഴയല്ലേ? ഇവിടെയും ഇന്ന് രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ശനിയാഴ്ചയും ഇന്നും എടുത്ത വീഡിയോയാണ്. ശനിയാഴ്ച ഞാൻ പരിപ്പും തക്കാളിയും മുരിങ്ങക്കായും കൂടെ കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, മഞ്ഞൾ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കാന്താരി എല്ലാം കൂടെ അരച്ച് വെച്ചു. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേവുള്ള പരിപ്പായതുകൊണ്ട് പരിപ്പ് ആദ്യം നന്നായിട്ട് വേവിച്ചു. അത് കഴിഞ്ഞിട്ടാണ് മുരിങ്ങക്കായും തക്കാളിയൊക്കെ ചേർത്ത് വേവിച്ചത്. കറിക്ക് കടുക് വറക്കുമ്പോൾ ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കടുക് വറക്കുവാണെങ്കിൽ കറി കാണാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു കറിയിലേക്ക് മാങ്ങ ഇട്ടിട്ടും കറി വെക്കാം. അന്നേരം തക്കാളി ചേർക്കണ്ട, തക്കാളിക്ക് പകരം മാങ്ങ ചേർത്താൽ മതിയേ. പിന്നെ അരപ്പ് ചേർത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കടുക് വറുത്തതും കൂടെ ചേർത്താൽ മുരിങ്ങക്കായും പിന്നെ തക്കാളിയും പരിപ്പും കൂടെ ഉള്ള കറിയൊക്കെ റെഡിയായി. ഇതിൻ്റെ കൂടെ നല്ലൊരു ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. തലേദിവസം കാച്ചിയ കുറച്ച് പാൽ ഇരിപ്പുണ്ടായിരുന്നേ ഫ്രിഡ്ജിൽ. അത് ഞാൻ രാവിലെ എടുത്ത് ചായ വെക്കുക. രാവിലെ ചായ വെക്കലും കുടിക്കലും ഒന്നും സാധാരണയായിട്ട് ഇല്ല, വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ചായ വെക്കാറുള്ളൂ. ഇന്നിപ്പോൾ ഈ പാൽ കേടായി പോയെങ്കിലോ എന്ന് ഓർത്തിട്ട് രാവിലെ തന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് ചായ വെച്ചു. പിന്നെ നല്ല തണുപ്പുമല്ലേ, അപ്പോൾ രാവിലെ ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. ഇപ്പോൾ മഴയും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ടേ ചിലപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ കറണ്ട് അങ്ങ് പോകും. പിന്നെ എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാച്ചി വെച്ച പാലാണേലും ചിലപ്പോൾ കേടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് രാവിലെ ചായ അങ്ങ് വെച്ചു. പിന്നെ ഈ കറി തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും, പരിപ്പൊക്കെ ചേർത്തതല്ലേ. പിന്നെ ഞാൻ കുറച്ച് പയറും കായും കൂടെ മെഴുക്കുവരട്ടി വെക്കുക. പയർ നമ്മുടെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. അത് തന്നെ മെഴുക്കുവരട്ടി വെച്ചാൽ തികയത്തില്ല, അതുകൊണ്ട് കുറച്ച് കായും കൂടെ ഇട്ടിട്ട് മെഴുക്കുവരട്ടിയൊക്കെ വെച്ചു. പിന്നെ നമുക്ക് ഇന്നിവിടെ ഒരു പണിക്ക് ആളുണ്ട് കേട്ടോ. ഇങ്ങോട്ട് പുറത്തേക്ക് പൈപ്പില്ലായിരുന്നല്ലോ, അങ്ങ് അലക്കുകല്ലിൻ്റെ അവിടെ അല്ലേ ഒരു പൈപ്പുള്ളേ. അപ്പോൾ ഇങ്ങോട്ട് ഒരു പൈപ്പൊക്കെ ആക്കി ഇട്ടു. പിന്നെ സ്റ്റെയറിൻ്റെ മുകളിൽ വയറിങ് ചെയ്തിട്ടില്ലായിരുന്നു, അതൊക്കെ ചെയ്യുകയും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. വയറിങ്ങിൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ നിറച്ച് പൊടിയാവുമല്ലോ. ഷീറ്റൊക്കെ ഇട്ട് കസാരയും മേശയൊക്കെ മൂടി വെച്ചായിരുന്നു, എന്നാലും അവിടെ ഇവിടെയൊക്കെ പൊടിയുണ്ട്. പിന്നെ ശനിയാഴ്ച ഇതൊന്നും ചെയ്യാൻ നേരവും കിട്ടിയില്ല. ഞായറാഴ്ച പള്ളിയിൽ പോയി, അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ എനിക്ക് പൊടിയൊക്കെ അടിച്ച് കഴിയുമ്പോൾ അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടേ തുമ്മലും ചുമയും ഒക്കെ ആയിട്ട് അങ്ങ് വയ്യാണ്ടായിരുന്നു. പിന്നെ തലവേദനയൊക്കെ ആയി. അതാണ് ശനിയാഴ്ച അല്ല തിങ്കളാഴ്ച വീഡിയോ ഇടാൻ പറ്റാഞ്ഞേ. അക്കു ഇവിടെ ഉള്ളതുകൊണ്ട് അവളാണ് പൊടിയൊക്കെ അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കുകയൊക്കെ ചെയ്തത്. അന്നേരം ഞാൻ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയും ചെയ്തു. എന്നിട്ടും പൊടി ചെറുതായിട്ടൊന്ന് ആയാൽ മതി, പിന്നെ ചുമയായി തലവേദനയായി ഒന്നും പറയണ്ട. ഇന്ന് കസേരയും മേശയും ജനലും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ കുഞ്ഞിപ്പെണ്ണ് വരുമ്പോഴത്തേക്ക് പണികളെല്ലാം തീർത്ത് കുളിയും കഴിഞ്ഞ് നിൽക്കണം. എന്നാലേ അവൾ വന്നു കഴിഞ്ഞാൽ അവളുടെ വർത്തമാനമൊക്കെ കേട്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവളെ കുറേ പഠിപ്പിക്കാനൊക്കെ ഉണ്ടാവും. അതിനൊക്കെ സമയം കിട്ടണമെങ്കിൽ അവൾ വരുമ്പോഴത്തേക്ക് പണികളൊക്കെ ചെയ്ത് തീർക്കണം. അക്കു ചേർന്നായിരുന്നപ്പോഴും ഞാൻ ഇതുപോലെയായിരുന്നു. അവൾ വരുമ്പോഴത്തേക്ക് വേഗം ഒന്ന് പണികളൊക്കെ ചെയ്ത് തീർക്കും, എന്നാലല്ലേ അവളെ പഠിപ്പിക്കാനൊക്കെ ഇരിക്കാനൊക്കെ നേരം കിട്ടത്തുള്ളൂ. പിന്നെ പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു വെക്കാനും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അത് പണികളൊക്കെ ആയിരിക്കും പിന്നെ ചെയ്യുന്നത്. ഞങ്ങളിവിടെ താമസിക്കാൻ വന്നതിന് ശേഷമാണ് സ്റ്റെയറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത്. അന്ന് ആ പണി നടക്കുന്ന കൂടെ വയറിങ്ങും കൂടെ ചെയ്യാമായിരുന്നു. പക്ഷേ അന്നേരം നമ്മുടെ ഇവിടെ വയറിങ് ചെയ്യുന്ന ചേട്ടായുടെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ. ചേട്ടായുടെ കുഞ്ഞ് കാലം മുതലുള്ള കൂട്ടുകാരനാണ്. ആ പുള്ളിയെ കൊണ്ട് ചെയ്താൽ ചേട്ടായിക്ക് ഒരു തൃപ്തിയുള്ളൂ. അപ്പോൾ അന്ന് വിളിച്ചപ്പോൾ ആളെ കിട്ടിയില്ല. പുള്ളിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്, അതുകൊണ്ടാണ് വയറിങ് ചെയ്യാൻ വേണ്ടി ഇത്രയും താമസിച്ചത്. വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ പണികളൊക്കെ ചെയ്താൽ മതി, തിരക്കൊന്നുമില്ലല്ലോ. പക്ഷേ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ പെട്ടെന്ന് പണികളൊക്കെ ചെയ്ത് തീർക്കണം. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിൽ അവർ വന്നു കഴിയുമ്പോൾ അവരെ പഠിപ്പിക്കാനൊക്കെ നമ്മൾ ഇരിക്കണമല്ലോ. അന്നേരം നമ്മുടെ പണികളൊക്കെ നേരത്തെ തീർത്താലല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഇരിക്കാൻ നേരം കിട്ടത്തുള്ളൂ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്നിടം വരെ എനിക്കൊരു ടെൻഷനാണ്, പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആകുമ്പം. അക്കു പെരയ്ക്കാവൊക്കെ തൂക്കുന്നുണ്ട്. കുറച്ച് പാത്രമൊക്കെ ഞാൻ കഴുകിയായിരുന്നു, ഇനി ശകലവും കൂടെ കഴുകാനുണ്ട്. അതും കൂടെ കഴുകി പിന്നെ പാതകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ ഇനി തറയൊന്ന് തുടയ്ക്കണം. തുണി അലക്കാനുള്ളതൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു, അത് കല്ലേ വെച്ചും മെഷീനകത്തും ഇട്ടും ഒക്കെ അലക്കി ഞാൻ എല്ലാം വർക്ക് ഏരിയ വിരിച്ചിട്ടു. വർക്ക് ഏരിയ പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അലക്കി വിരിച്ചിടാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല മഴയും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടേ രാവിലെ മൂടിപ്പൊതിച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ നല്ല സുഖമല്ലേ. എഴുന്നേൽക്കാനൊക്കെ ഒരു മടിയാണ്. പിന്നെ കൊച്ചിന് സ്കൂളിലൊക്കെ പോകണം, ചേട്ടായിക്ക് ജോലിക്ക് പോകണം, അതൊക്കെ ഓർക്കുമ്പോൾ അങ്ങ് എഴുന്നേൽക്കും.
ഇപ്പം പിന്നെ തണുപ്പായി തുടങ്ങിയതേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ വെള്ളത്തിലൊന്നും നമുക്ക് തൊടാൻ പറ്റത്തില്ല. വെള്ളമൊക്കെ തൊടുമ്പോഴത്തേക്ക് കയ്യും വേദന എടുക്കുന്ന പോലെ മരയ്ക്കും. അതുപോലെ വെള്ളത്തിനൊക്കെ തണുപ്പാകും കുറച്ചുകൂടെ കഴിയുമ്പോൾ. അന്നേരമാണ് വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നത്. കുഞ്ഞിപ്പെണ്ണിന് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ രാവിലെ സ്കൂളിൽ പോയത്. പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അരി ഇട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് പച്ചരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലിടണം. ഇന്നിപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക വറുത്തരച്ച് കറി വെച്ചു. തേങ്ങ വറക്കുന്നതൊക്കെ തലേദിവസം വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ വറുത്ത് വെക്കും. അന്നേരം പിറ്റേ ദിവസം കറി വെക്കാൻ എളുപ്പമല്ലേ. തേങ്ങയും കറിവേപ്പിലയും ചെറിയുള്ളി, ഒരല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 10-12 മണി കുരുമുളക് മതി, ഒരു നുള്ള് ഉലുവായും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുവാണേ. മുഴുവനോടെയുള്ള ഉലുവ ഉണ്ടെങ്കിൽ തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ അത് ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പൊടി ഇടുന്നതിനേക്കാളും നല്ലത് മുഴുവൻ ഉലുവ ചേർത്ത് വറുത്ത് കറിക്ക് അരയ്ക്കുമ്പോഴാണേ. നമ്മുടെ ഇവിടെ ഉണ്ടായ വെണ്ടയ്ക്ക കേട്ടോ കറി വെക്കുന്നത്. നമ്മുടെ നാടൻ വെണ്ടയ്ക്കയൊക്കെ കണ്ടാൽ തന്നെ തിരിച്ചറിയാമല്ലേ പെട്ടെന്ന്. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല, ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്കയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ വെണ്ടയ്ക്കയൊക്കെ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഒരു ചെറിയ സവാളയായിരുന്നു കേട്ടോ, വലുതാണെങ്കിൽ പകുതി മതി, അതും കനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് വേറെ പാത്രത്തിൽ തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മൺചട്ടിയിലാട്ടോ കറി വെക്കുന്നത്. നാടൻ കറികളൊക്കെ മൺചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് സവാളയും കറിവേപ്പിലയും വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി, വെണ്ടയ്ക്ക വേകുന്നിടം വരെയും വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് ഇതാ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വഴന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് തക്കാളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുവാണേ. തക്കാളി വെന്ത് ഉടയൊന്നും വേണ്ട, വെറുതെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. തേങ്ങ വറുത്ത് അരച്ചത് ചേർത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ചാറാവണ്ട. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചും ചേർക്കുന്നുണ്ട് കേട്ടോ. പുളി നിർബന്ധമില്ല, പുളി ചേർത്തും ചേർക്കാതെയും രണ്ട് രീതിയിലും ഈ കറി വെക്കാം. ഇന്നിപ്പം മുറ്റം അടിക്കാനൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കാറ്റൊക്കെ അടിച്ചതുകൊണ്ട് നല്ലപോലെ ഇലയൊക്കെ വീണിട്ടുണ്ട്. മഴയായതുകൊണ്ട് മുറ്റം അടിക്കാൻ ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ മഴ തോരുന്നത് നോക്കിയിട്ട് മുറ്റവും കൂടെ അടിച്ചു വാരുമൊക്കെ വേണം. ഇനി തറ തുടയ്ക്കൽ കഴിഞ്ഞിട്ട് കുളിയും കൂടെ കഴിഞ്ഞാൽ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രിയാകുമ്പോഴാണ് കുറച്ച് പണികളൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.